ഹേ ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോഴും മൂന്നാർ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. മൃദുല രാവിലെ ഫുൾ ഡൗൺ ആയി കേട്ടോ. വൊമിറ്റിംഗ് ആയിരുന്നു. എത്ര വട്ടം ചൂട്ടിന് വന്ന് ചൂട്ടിലായി. അതെ, എത്ര വട്ടം പറ്റിയെന്നാണ്? 10 എനിക്ക് അറിയത്തില്ല. രാവിലെ 6 മണി തൊട്ട് തുടങ്ങി വൊമിറ്റിംഗ് ആണ്. 6 മണിക്ക് എണീറ്റ്. അതിന് മുന്നേ ഞാൻ എണീറ്റ്. ഞാൻ സൗണ്ട് ഒന്നും കേട്ടില്ലല്ലോ. നീ ഉറക്കത്തി കൊറേ വിളിയും പോലും കേട്ടില്ല. ഇങ്ങനെ എന്ത് പറ്റിയതാണ് ശരിക്കും? എന്താണ് പറ്റിയത്? ഒന്നും പറ്റില്ല. ഇനി പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചോ ഇന്നത്തെ കാര്യം ഫുള്ള് തീർന്നെന്ന്. ഞാൻ പിന്നെ കഴിക്കാനും വിളിച്ചില്ലെങ്കിൽ പിന്നെ അവള് ഫുള്ള് തളർന്നു പോകും. അപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു ഞാൻ ഇപ്പോൾ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് കുറച്ചൊരു എനർജിയൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടി വന്നേ കേട്ടോ. പക്ഷെ രാവിലെ ഇങ്ങനെയാണെങ്കിൽ നമുക്കിത് പവർ ആക്കണം കൊച്ചു, ഇല്ലെങ്കിൽ ഫുൾ ഷോക്കായി പോകും. ബ്രേക്ക്ഫാസ്റ്റിന് കുറേ ഐറ്റം ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്തുവാ? ചീരത്തോരത്തിട്ടതാ, പഴം, ചീരത്തോരൻ, സലാഡ്സ്, മലക്കറി വെട്ടി കഴിഞ്ഞത്, ബ്രെഡാ. ലൈറ്റ് ആയിട്ട് ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. രാവിലെ അല്ല, 10 മണി ആവാറായി. മൃദുല എന്തൊക്കെ എടുത്ത് കറിയൊന്നും എടുത്തില്ല, എരിയുള്ളൊന്നും എടുത്തില്ല. എരിയുള്ള മൃദുലയ്ക്ക് നെഞ്ചരിച്ചിൽ എന്തോ ഉണ്ട്, ഇങ്ങനെ എരിയുള്ള കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ വേണ്ട അവള് പഴം, ഇഡലി, ഇതെന്തോ ഇലയപ്പം ഒക്കെ എടുത്തു കേട്ടോ. കൊച്ചു നമ്മള് ഭയങ്കര കോമ്പിനേഷൻ. ചിക്കൻ കറി, വട, നൂഡിൽസ്. ഇതെന്ത് വെറൈറ്റീസ് തോനെ എടുത്ത്. അറിഞ്ഞൂടാ. ഞാൻ ഇഡലി, നൂഡിൽസ്, പഴം വെച്ചിട്ട് എന്തോ ഒരു പഴത്തിന്റെ സാധനം. പിന്നെ ഇതെന്തരാ സ്റ്റൂ ആണെന്ന് തോന്നുന്നു. സ്റ്റൂ എല്ലാം എടുത്തു. ഓംപ്ലേറ്റ് പറഞ്ഞ ഞാനും ഇഡലി, വട, എന്തൊക്കെയോ എടുത്തിട്ടുണ്ട് രാവിലെ. മൃദുല സ്റ്റൈല് കണ്ടാടി മൃദുല അവൻ്റെ. ഇപ്പം നോക്കി ഗൈസ്, ഒരു മണിക്കൂറിനകം മൃദുല ഫുൾ ഫോൺ പവറിൽ നമ്മളെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പറയുന്ന കണ്ടാടി നാക്കി. ഇന്നലെ ഇവൻ കണ്ണുവിട്ടിട്ടാ ഞാൻ ഈ അവസ്ഥ ഇരിക്കുന്നത്. ഫുൾ ഓൺ പവറിൽ ഗൈസ്. മൃദുല നോക്കിയോ, ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ സെറ്റായിട്ട് വരും. ഇനി നിങ്ങൾ ആ ട്രാൻസിഷനാണ് കാണാൻ പോകുന്നത്. അയ്യോ, അത് ഞാൻ ട്രാൻസിഷൻ സൗണ്ട് ഇട്ടതാ. സത്യമായിട്ട് ട്രാൻസിഷൻ സൗണ്ട് ഇട്ടതാ, ഞാൻ ആക്കിയതല്ല. മഴയും തണുപ്പും കിടന്ന് ഉറങ്ങിയാലേ നമുക്ക് നാളെ പോയി കിട്ടിയത്. നാളെ വീട്ടിൽ പോണ കഴിച്ചു. വീട്ടിൽ പോയിട്ട് വേറെ പരിപാടികളൊക്കെ ഉള്ളതാ. ഇവിടെ കിടന്നാ മതിയാ. എനിക്ക് ഒരു കുഴപ്പമില്ല. ഫുഡ് കിട്ടുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്, മഴ, ഉറങ്ങാം, അടിപൊളിയാ. പൂളുണ്ട്. നീ പുളി ചാടി ഇന്നലെ പുളി ചാടിയിട്ടില്ല, തണുപ്പായി പോയി. ഇന്ന് വൈകിട്ട് പുളി ചാടും. നാളെ നമ്മള് പോവല്ലോ. അപ്പൊ ഇന്ന് കലാശക്കൊട്ടാണ്. ഇന്ന് വൈകിട്ട് നമ്മൾ അടിച്ച് പൊളിക്കുകയാണ്. അത് ആരാ? അത് മത്സ്യകന്യകയല്ലേ? ഇത് മത്സ്യകന്യക. മത്സ്യകന്യക വേണ്ട, വീണ കയ്യിരിക്കുന്ന വീണ അല്ലടാ അത്. അത് ഈ കടലിന്റെ അടിയിൽ വെള്ളത്തിൽ സൗണ്ട് കേൾക്കുവോ ഇങ്ങനെ വായിച്ചാ? അവര് കംപ്രഷൻ കിട്ടുമായിരിക്കും മീനിനൊക്കെ. അതെ അതെ, ആ മീൻ ഓടുന്നുണ്ടോ അത് കണ്ടിട്ട്? ഈ മീൻ അത്ര ശരിയല്ലേ ഈ മീൻ. ആ മീൻ അവിടെ ശരിക്കും മത്സ്യകന്യക ഉണ്ടാ? എല്ലാരും ആരൊക്കെ കണ്ടിട്ടുണ്ടോ? ഇംഗ്ലീഷ് എന്തുവാ? മത്സ്യ ഫിഷ് കന്യക വെർജിൻ, ഫിഷ് വെർജിൻ. മൃദുലയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇപ്പം വരും കേട്ടോ. അപ്പോൾ എവളെ മേക്കപ്പ് ചെയ്യണം. അപ്പോൾ അപ്പോഴത്തേക്ക് എനിക്ക് റെഡി ആവണം. അപ്പോൾ അതാണ് പരിപാടി. അപ്പം വെക്കുമ്പോൾ നമ്മൾ റെഡി ആയിട്ടൊക്കെ വരാം. അപ്പം എന്തേ മൃദുല ഡ്രസ്സൊക്കെ എടുത്തിട്ട് 2 സുഹൃത്തുക്കളെ, ഞാനും കുളിച്ച്. അപ്പം മേക്കപ്പ് ചെയ്യല്ലേ? മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുന്നില്ലേ? ഹായ്, പേര് പറഞ്ഞോ? കൃഷ്ണയുടെ സ്ഥലം എവിടാ? ഗുരുവായൂർ. അപ്പൊ ഗുരുവായൂരിന്ന് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ ഇന്നലെ റൂം എടുത്തില്ലേ വന്ന്. ഇത് മോള ബേബി 6 മന്ത് ആയി. അപ്പൊ എല്ലാരും ഫാമിലി ആയിട്ടാ വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു മേക്കപ്പും ആണ് ബൈ ട്രിപ്പും കൂടി ആയി. സെക്കൻഡ് ടൈം അല്ലേ? അപ്പൊ താഴെ ഇവിടെ ഒക്കെ പോയായിരുന്ന? കേവ് ഹൗസിലൊക്കെ പോയിരുന്ന? പോയിട്ടില്ല, നോക്കാന്ന് വിചാരിച്ചില്ല. അപ്പൊ എന്തായാലും മുതലേക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ എത്ര ടൈം എടുക്കുമായിരിക്കും നമുക്ക്? 2 hours. ഈ ഡ്രസ് അനുസരിച്ച് എങ്ങനെയാന്ന് വെച്ചാ ചെയ്യും. എനിക്ക് ഒന്ന് കേട് ചെയ്തിരുന്ന മുടി ചുരുട്ടിയിടുന്ന ഭംഗിയായിരിക്കും ചിലപ്പോ. എപ്പോഴും ഒരേ കണക്കിൽ ട്രൈ ചെയ്യുന്ന വെറൈറ്റി ആയിട്ടുള്ള. ഈ ചുരുട്ടിയിട്ടല്ല, എപ്പോഴും സ്ട്രൈറ്റ് അല്ലേ ഇട്ടിരിക്കുന്നത്? മറ്റേ ഡ്രസ്സിനെ കാട്ടി ഈ ഡ്രസ് അല്ലേ നല്ലത് അല്ലേ? നൈസ് ആയിട്ടുണ്ട് കേട്ടോ. മറ്റേ നമ്മള് വീശല്ലേ
എന്ത് ചെയ്യാൻ പോ ചുരുട്ടാൻ പോണം ചുരുട്ടാൻ പോകും ചെയ്തിട്ട് ഇത് എപ്പോഴാ അടിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അറിയില്ല. എല്ലാം ആദ്യം ഇത് അടിക്കണം. ഇത് ആദ്യം അടിക്കണല്ലേ? അല്ല മനസ്സിലായോ പാറ്റണ്ടാക്ക കൈയിരിക്കുന്ന ഒരു മിനിറ്റ് ചൂടാവട്ടെ. പ്രവീണിന് ഒരു കാര്യമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ മുടി ഞാൻ കാണിച്ചല്ലോ ഇപ്പൊ ഇരിക്കുന്നത്. ഇതാണ് ഇപ്പൊ എന്റെ മുടി. ഇപ്പൊ ആഫ്റ്റർ നിങ്ങൾ കണ്ടോ? ഒരുപാട് എഫക്റ്റുകളുണ്ട് കേട്ടോ. വാം, ഹോട്ട്, ബ്ലാസ്റ്റ്. ബ്ലാസ്റ്റാ പൊട്ടിയത്. ബ്ലാസ്റ്റിൽ എടുക്കാം. കണ്ണാടി ഇല്ലാത്തണ്ടേ. എടാ ഇവിടെ എന്തുവാടാ ഒരു പൊക്കല്, ഒരു മാതിരി തെര അടിച്ച് കണക്കിരിക്കുന്നടാ. ഇപ്പം മൃദുലയുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എനിക്കത് ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട്. രാവിലെ കിടന്ന കോലത്തിന് വെച്ചു എങ്ങനെയുണ്ട് വെച്ചു? കൊള്ളാം, സൂപ്പർ. ആ മുടിയൊക്കെ നന്നായിട്ട്. ഷൂട്ടിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വിശക്കുന്ന കഴിച്ചില്ല, വിശപ്പ് കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളത് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്യാമറമാൻ അമൽ ബ്രോ. ഹായ് അമൽ ബ്രോ, നമ്മൾ നേരത്തെ അറിയാം, കട്ടപ്പന ബ്രോ ഇങ്ങനെ ഫോട്ടോഗ്രാഫിയൊക്കെ ഒരു എന്തൂസിയാസ്റ്റാണ്. അറിയാം. ഞാനൊരു ദിവസം ഫോട്ടോ ഇങ്ങനെ കണ്ടു, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചെടുക്കണം. അപ്പോഴേ ഞാൻ അമൽ ബ്രോയെ വിളിച്ചു, ബ്രോ എനിക്ക് എടുക്കണം, ഫോട്ടോ എടുക്കണം, നമുക്ക് സെറ്റാക്കണം. അപ്പോഴേ പറഞ്ഞു വന്നോ ഫ്രീ ആകുമ്പോൾ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സെറ്റാക്കിയത്. അതെ, ഇതിവിടെ സ്കൂളല്ലേ ഇത്? അതെ, ഇവിടെ ഫുള്ള് നമ്മൾ ഈ എസ്റ്റേറ്റിലെ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളാണ്. ഇത് കുറച്ച് നമ്മൾ ഉള്ളിലോട്ട് വന്നു കേട്ടോ. ഏതാണ്ടൊരു നമ്മളെ മൂന്നാർ ജംഗ്ഷനിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നു. അപ്പം അടിപൊളി സ്ഥലം കേട്ടോ. റേഞ്ചും ഇല്ല, ഒന്നുമില്ല ഇവിടെ. മൃദുല ഏതാണ്ട് മം ടു ബി ഡാറ്റ് ടു ബി നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഇന്നെന്തായാലും അന്ന് നമ്മൾ വർക്കലത്തെ ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് അന്നത്തെ കാട്ടിയും ഇല്ലേ മൃദുല ഡ്രസ്സ് ആയിക്കോട്ടെ. നമുക്ക് ഡ്രസ്സൊന്നും അത്ര സെറ്റ് ആയില്ലായിരുന്നു. മേക്കപ്പ് മൃദുല തന്നെ ചെയ്തത് കൊണ്ട്. അപ്പോൾ അന്ന് ഞാൻ പ്ലാൻ ചെയ്ത് നമുക്കൊരു ഷൂട്ട് നല്ലോണം എടുക്കണം, അന്നത്തെക്കാട്ടി നല്ലോണം ഒരു ദിവസം എടുക്കണമെന്ന് പ്ലാൻ ചെയ്ത്. അപ്പോഴാണ് ഞാൻ അമൽബ്രയെ വിളിച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ലൊക്കേഷൻ്റെ ഇതാണ്. ഇവിടെ ഫുള്ളി ഈ പശു ഇങ്ങനെ നോക്കാൻ പോലും ആരുമില്ല, റോഡിൽ മൊത്തം നടക്കുമോ. അതോ കുഴപ്പമില്ല. അപ്പം എന്തായാലും നീ പെതുക്കി ഇറങ്ങേട്ടാ. നമ്മൾ രാവിലെ ഫുള്ള് മഴ, മൃദുലയ്ക്ക് വൊമിറ്റിങ്. ഞാൻ വിചാരിച്ചു ഓഹോ ഇത്രയും ദൂരം നമ്മൾ വന്നിട്ട് എല്ലാരും ചോദിക്കായിരിക്കും എന്താ ഈ കളർ പേയ്മെന്റ് ആണ് കിട്ടിയില്ലേന്ന്. ഞാൻ ആ സെയിം കളർ തന്നെ ഇടാത്തത് ഒരു രസമില്ല. എല്ലാവരും അങ്ങനെ സെയിം കളർ. അതുകൊണ്ട് ഞാൻ പിന്നെ വൈറ്റും ബ്ലൂ ആക്കാന്ന് വിചാരിച്ചു. നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കുക. ചാണകമുണ്ട്, അതറ പോവാ. നല്ല വൈബായോണ്ട് ഒരുപാട് കുപ്പികളും ഉണ്ട് ഇവിടെ. സ്കൂളിൽ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടാ, ചെറിയ ഒച്ചയൊക്കെ ഉണ്ട്. കണ്ട തലയിൽ കണ്ട ക്രൗണൊക്കെ ഉണ്ട്. ബ്യൂട്ടിഫുൾ മൗണ്ടൈൻ. നീ കൊച്ചച്ഛൻ ടു ബി, മം ടു ബി, ഡാഡ് ടു ബി, പശു ടു ബി. അവർക്ക് ഒരു അവസരം എടുത്തൊരു ഈ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി. ഞാൻ പോകത്തില്ലേ സ്കൂളിൽ പോയ പണ്ടേ പോണ എനിക്ക്. അവിടെ പോയ കാഴ്ച കണ്ടിരിക്കത്തില്ല, ആര് പഠിക്കുന്നത്. അതെ, ഇല്ല എല്ലാരും അമൽ ബ്രോയ് കണ്ടോ ഒന്നും കൂടി സ്കൂളിൽ പഠിക്കണമെന്ന്, സ്കൂളിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ? അതാ സ്കൂളിൽ പോവാം, പഠിക്കണം വേണ്ടത് പിന്നെ ആലോചിക്കാം. ചുമ്മാ പോവാൻ വേണമെങ്കിൽ. അതെ, ഫ്രണ്ട്സ് വേണം, നല്ല വൈബാണ്. അതെ ഫ്രണ്ട്സായിട്ടൊക്കെ പോയി അടിപൊളി. അപ്പോൾ ഗൈസ് നമ്മൾ ഫോട്ടോ എടുക്കട്ടെ. ഗൈസ് വെട്ടം കണ്ടുപിടിക്കുക ഒരു ടെക്നിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. എടാ അത് ഞാൻ പറഞ്ഞു കൊടുക്കുക ടെക്നിക്കിൻ്റെ എല്ലാവർക്കും. നമ്മൾ കൈ ഇങ്ങനെ വെക്കുക. ഇപ്പം ഇവിടെ വെട്ടമുണ്ടേ, എന്നിട്ട് ഇങ്ങനെ തിരിയുക,
കൊണ്ട ഇവിടെ വെട്ടമില്ല, ഇവിടെ സൂര്യയില്ല, ഇവിടെ വെട്ടമില്ല. അപ്പം ഇങ്ങനെ നിൽക്കരുത്, ഇങ്ങനെ നിൽക്കണം. അന്തറ കൊണ്ടുപോണ തേയിലയില്ലേ, ട്രാക്ടറാട്ടോ ട്രാക്ടർ. സോറി ഗൈസ്, ഞാൻ ബിസിയാണ്, എന്നെ കാണിക്കാൻ പറ്റില്ല. കൊച്ചിവിടെ പിടിച്ചോണ്ടിരിക്കും. മാറിയില്ലേ, വന്ന് തിന്നും പശു പോച്ചാന്ന് വെച്ച്. അതേ വരുന്നത്. എണ്ണങ്കേ എങ്ക പോറിയെങ്കേ പശു. ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത്? ബാക്കിയെല്ലാം അതുവഴി പോയി, ഇതെന്തോ ഇങ്ങനെ. ആളിന്റെ മൂവ്മെന്റ് കണ്ടോ പ്രവീണേ? കൊച്ചച്ഛൻ്റെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. കൊച്ചച്ഛൻ സ്മൈൽ. അപ്പോൾ നമ്മളിത് എടുത്തെടുത്ത് ഞാൻ ഇഞ്ഞി വന്നു കേട്ടാ. പക്ഷെ നൈസായിരുന്നില്ലേ ഇവിടെ, നല്ല കിടിലൻ ക്ലൈമറ്റ് കേട്ടോ. ക്ലൈമറ്റ് മാത്രമല്ല അടിപൊളി സ്ഥലവും ഗൈസ്, നല്ല കാലാവസ്ഥയായിരുന്നു. നമ്മൾ വിചാരിച്ച അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ലൊക്കേഷൻ കണ്ടാ സൂപ്പർ, അതുപോലെ ലൈറ്റ് അടിപൊളി. പിന്നെ ഇവിടെ വരുന്ന ഫോട്ടോ എടുക്കാൻ വരുന്നവർക്ക് നമുക്ക് സ്ഥലം പറഞ്ഞു തരാൻ അറിയത്തില്ല, ലൊക്കേഷനും അറിയാൻ വയ്യ. ഇത് ചെളി, അത് മാത്രമല്ല റേഞ്ച് ഒന്നുമില്ല. പക്ഷെ അടിപൊളി സ്ഥലമാണ്, ഒരു രക്ഷയില്ല. അപ്പൊ അമൽ ബ്രോ താങ്ക് യു. നമുക്ക് ഈ ലൊക്കേഷൻ സജസ്റ്റ് തരും ഒന്നാമത്തെ കാര്യം, പിന്നെ വന്ന് എടുത്തു തന്നേരും. നൈസായിരുന്നു, സൂപ്പറായിരുന്നു, നല്ല ഷൂട്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങോട്ടൊന്നും വന്നില്ലായിരുന്നു, ഞാൻ ഇപ്പഴാണ് കാണേണ്ട ഈ സ്ഥലമൊക്കെ അല്ലേ, നല്ല രസമായിരുന്നു ആ വെള്ളത്തിന്റെ അവിടെ. അതെ, വെള്ളത്തിന്റെ അവിടെ നല്ല രണ്ടുമൂന്ന് ഫോട്ടോസ് എടുത്ത് അവളുടെ. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ ആ ഒരു സ്കൂളും ഉണ്ട്, ആ സ്കൂളിന്റെ സൈഡായിട്ട് തന്നെ കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ഇവിടെ വേറെ പേര് കാണുമായിരിക്കും. ലക്ഷ്മി എസ്റ്റേറ്റ് എന്നാ പറയണത്. ലക്ഷ്മി എസ്റ്റേറ്റ് അല്ലേ? നമ്മുടെ മൂന്നാറിന്ന് പറയുമ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റ് അത്യാവശ്യം നല്ല ഫേമസ് സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഈ അങ്ങോട്ടെല്ലാം ഇനി ഇതാണെന്നല്ലേ, അങ്ങോട്ട് കുറച്ചും കൂടെ നല്ല ഇതാണ്, മറ്റേ തേയിലത്തോടെ ഇടയ്ക്കൂടെ ഒക്കെ എടുക്കാനൊക്കെ പറ്റും, നല്ല സ്ഥലം കേട്ടോ. അപ്പം മൂന്നാർ വരുന്നത് ഇങ്ങനത്തെ കുറച്ച് ഹിഡൻ സ്പോട്ട്സ് ഉണ്ട് ഗൈസ്. അപ്പം എല്ലായിടത്തും ചെന്ന് ഇറങ്ങാനും പറ്റത്തില്ല. ഇല്ല, നമ്മളടുത്ത ചേട്ടൻ പറഞ്ഞായിരുന്നു, ചേട്ടൻ ഇവിടെ അടുത്ത ഇടയ്ക്ക് വരുന്നോണ്ട്. അതെ അതെ. അപ്പം അമൽ ബ്രോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതുകൊണ്ട് നമുക്ക് സീനില്ലായിരുന്നു. നമ്മളായിട്ട് വന്നിരുന്നാൽ ചിലപ്പോൾ നമ്മൾ ഇറങ്ങി ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ. ഇവിടെ ലോക്കൽസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഷൂട്ടിങ് കാര്യങ്ങൾ കഴിഞ്ഞു, നല്ല വിശപ്പുണ്ട്. ഉച്ചയ്ക്ക് ഞാനും മൃദുലയും ബ്രോ കഴിച്ചില്ലേ ഫുഡ്? അപ്പോൾ ഞാനും കൊച്ചും മൃദുല ഒന്നും കഴിച്ചിട്ടില്ല. കൊച്ചൂര് നല്ല വിഷമമുണ്ട്, എനിക്കും നല്ല വിഷമമുണ്ട്. പോയിട്ട് എന്തെങ്കിലും കാര്യമായി കഴിക്കണം. മൃദുലയ്ക്ക് കഞ്ഞി മതിയെന്ന്. കഞ്ഞി വരെ മൃദുല വൊമിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇറ്റാച്ചി ഒക്കെ എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. എനിക്കൊന്ന് ഇവിടെയൊക്കെ ആക്കിയിട്ട് ഇനി ഇവിടെയും തേയില നടാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് ആ ഒരു ഫ്ലോട്ട് ഉണ്ടോ ഗൈസ്, അതുകൊണ്ട് അവിടെ എന്തൊക്കെ നട്ടിട്ടുണ്ട്. എനിക്കൊന്ന് അവിടെ തേയില നട്ടേക്കുവാന്ന് തോന്നുന്നു. നോക്ക് ഇല്ലേ, അവിടെ തേയില നട്ടേക്കുമല്ലേ. ഞാൻ പിടിക്കാം. നല്ല ചേരുന്നുണ്ട് മൃദുലയ്ക്ക് ഡ്രസ്സ്. അപ്പൊ നിങ്ങൾ ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ടോ നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടോ. അതെ, ഞാൻ വൈറ്റും ബ്ലൂവും ഞാനും മൃദുല. അപ്പൊ ആ ഒരു തീമിൽ നമ്മൾ വർക്ക് ചെയ്തത്. ഇടപ്പുള്ള ഗൈസ്, കാരണം ഇത്രയും നടന്ന് കേറിയൊക്കെ വന്ന് ഒരു തട്ട ഉണ്ടായിരുന്നു കേസിന്റെ ബ്ലഡ് കുടിക്കുന്നത്. ഇവിടെ ചേട്ടന്മാരെ കൊല്ലും അത്. ഇതിന്റെ കാലും ഉണ്ടോ നോക്കിയോ. ഞാൻ ഷൂസ് ആയിട്ടിരുന്നു, ഇപ്പോഴാണ് ചെരുപ്പെടുത്തിട്ട്. പക്ഷെ മൃദുല മറ്റേ ചെട്ടിയെരുപ്പായിരുന്നു. ബ്രോയുടെയും കാലിൽ ബൂട്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അമ്മ ഇപ്പോഴാണ് ഗൈസ് കാണുന്നത് മൃദുലേന്റെ. അമ്മ എങ്ങനെയുണ്ടമ്മ? മൃദുല എങ്ങനെയുണ്ട്? സിനിമ നടിയാ. മൃദുലയ്ക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ പറഞ്ഞ് കഞ്ഞി അടിപ്പിച്ചേട്ടാ. മൃദുലയ്ക്ക് വേറെ ഒന്നും കഴിക്കാൻ വയ്യ, മൂടില്ലെന്ന് ഒന്നും ഇന്നലെ അറമാദിച്ചതാ. ഇന്നലെ നമ്മളെ ഇവിടെ സത്യം ഇവിടെ നമ്മള് കണ്ണു വിട്ടു. എന്തോരം കഴിക്കുന്നെന്ന്. ഇന്ന് നോക്ക് കഞ്ഞിയും പപ്പടവും അച്ചാർ. കഞ്ഞിയാണ് ബെസ്റ്റ്. കഞ്ഞി സൂപ്പർ കഞ്ഞി ആയിരിക്കും അത്. ഇന്നങ്ങോട്ട് കോട വരുന്നില്ല, അങ്ങോട്ട് കയറി വരട്ടങ്ങോട്ട് നല്ലൊരു വൈബുള്ളൂ. മൃദുല അവിടെ കഞ്ഞി കുടിക്കുന്നു, നമ്മളിവിടെ ഫ്രൈഡ് റൈസ് കയറ്റുന്നു.
അതിന്റെ കൂടെ കണ്ടേ ഇതും ഉണ്ട് കണ്ടോ നോക്ക് എന്തോ ഇരിക്കുന്നുണ്ടോ. നമുക്ക് ചില്ലി ചിക്കനും ഉണ്ട് കേട്ടോ. നമുക്ക് കൈ വെച്ച് കഴിക്കാം, അതാ ഒരു ടേസ്റ്റ് കിട്ടുന്നുള്ളൂ. എങ്ങനെയുണ്ട്? നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വന്നപ്പോൾ ദാണ്ട് ഇവിടെ ക്യാമ്പ് ഫയർ കേട്ടാ. നമ്മൾ ഡാൻസ് ഒന്നും കളിക്കുന്നില്ല, മൃദുല മേക്കപ്പ് ഒന്നും കഴുകി കളഞ്ഞിട്ടില്ല കേട്ടോ. എന്താ ചെയ്തോണ്ട് കഴുകി കളയാൻ തോന്നുന്നില്ലെന്ന്. കണ്ണിൽ ലെൻസ് എടുത്ത് ഗ്ലാസ് എടുത്ത് ഇവിടെ ഫാമിലിയൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫുൾ ഡാൻസ് ഒക്കെ ആയിട്ട്. നമ്മൾ DJ ആയിരുന്നു സുഹൃത്തുക്കളെ. എന്നിട്ട് റൂമിൽ എത്തി. ക്യാമ്പ് ഫയർ ആയിരുന്നു ഗൈസ്. നമ്മൾ റൂമിൽ വന്നപ്പോ ഒരു അതിഥി റോവിൽ കോഴിയുടെ തലയുടെ ഷേപ്പിൽ തന്നെ പണിഞ്ഞു വെച്ചേക്കുന്ന കേട്ടോ. ഇങ്ങനെ അതിന്റെ മൂക്ക് വേണ്ട കോഴിയുടെ പൂ കണക്ക സാധനം കുറച്ച് പണി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുരുമുളകാട്ടോ, കുരുമുളക് കൊള്ളാട്ടോ. ആ ഷേപ്പിൽ തന്നെ ഇരിക്കണം. ആദ്യം മനസ്സിലായില്ല, ഇങ്ങനെ കുറച്ചു നോക്കിയപ്പോഴേ കോഴി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ഫുൾ കോഴി നിർത്തി പൊരിച്ചത്. ഇത് എനിക്ക് അറിയത്തില്ല, ഇത് ആരെ കഴിച്ചത് ഇരിക്കും കേട്ടോ. എനിക്കറിയാം സംഭവം. നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി പ്രതീക്ഷിച്ചില്ല. ഇത് നല്ല വലിയ ക്വാണ്ടിറ്റി ആണ്. മൃദുലയ്ക്ക് കഞ്ഞി പൊളിച്ചടാ ഗൈസ്. എടാ ആഴമില്ലല്ലേ? ആഴമില്ല. ഇതെനിക്ക് തോന്നേ കൊച്ചു പിള്ളേർക്ക് കുളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ അങ്ങ് എൻജോയ് ചെയ്യാനാട്ടോ. ഇച്ചിരി വെള്ളമേ ഉള്ളൂ. മുങ്ങാങ്കുഴിയുടെ വെള്ളമൊന്നുമില്ല. ഭാഗ്യം ഡൈവ് ചെയ്തില്ല ഞാൻ. അല്ലെങ്കിൽ അവിടുന്ന് കറങ്ങി ചാടാന്ന് പറഞ്ഞോണ്ടിരുന്നതാ. ഭാഗ്യം ചാടാതെ. നീ നീ ആദ്യം ഇറങ്ങി. ഇപ്പം പെടുത്തടാ. നീ ഇവൻ പെടുത്ത് പത പറഞ്ഞടാ. പോടാ വൃത്തിയായിട്ടോടെ പെടുത്തടാ. ഇല്ല മണിക്കിനാവൻ കൊതുമ്പ് വെള്ളം കുഴഞ്ഞു വന്ന. ഭയങ്കര തണുപ്പോട്ടെ, നല്ല തണുപ്പുണ്ടായിട്ടാ. പിന്നെ ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് അവര് പ്യൂരിഫൈ ചെയ്യുമെന്ന് തോന്നുന്നല്ലേ. ഇതിനകത്ത് എന്തൊരു ഒരു മോട്ടർ കണക്കെ സൗണ്ട് കേൾക്കണ. എടാ പ്രവീണ, വേറൊരു വെറൈറ്റി സംഭവം ഉണ്ട്, ഞാൻ ഇപ്പൊ കാണിച്ചു പിടിച്ചാണ്. ഇത് കൊച്ചുവിന്റെ പാത്രം. എല്ലാ ആവശ്യമുണ്ട് മോനെ. പറ്റൂല. വെള്ളം ഒഴിക്കണം, പക്ഷെ വരും. അപ്പൊ എന്തായാലും അടിപൊളി ഒരു 2 ദിവസമായിട്ട് 3 നമ്മൾ അടിച്ചു വിളിക്കുകയാണ്. ഇന്ന് രാവിലെ കുറച്ച് മീറ്റിംഗും കാര്യങ്ങളൊക്കെ മുതലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഓക്കെ ആയിട്ടോ. എന്തായാലും നമ്മൾ വിചാരിച്ച കണക്ക് അതിൽ കൂടുതൽ അടിപൊളിയാണ്. നമ്മുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയി. അത് തന്നെ വലിയ സന്തോഷം. അതെ, അന്ന് ഡ്രസ്സ് കിട്ടാത്തതിന്റെ ആ ഒരു ശോക ഫീലൊക്കെ ഒന്നും ഇല്ലായിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് നടന്നു, നല്ല ഹാപ്പി ആയിട്ട് നടന്നു. അപ്പൊ നാളെ രാവിലെ നമ്മളൊരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ഇവിടുന്ന് തിരിക്കും കേട്ടോ. അപ്പൊ ഗൈസ് ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പൊ നിങ്ങളും എല്ലാവരും എൻജോയ് ചെയ്ത് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്. ബൈ.